ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. എലി ഞങ്ങളെല്ലാവരും ഉണ്ട്. വിജയേട്ടായി, ചേച്ചി, എൽഫ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇന്ന് UK ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇതിന്റെ പേരെന്താണ്? മൽഹാം. മൽഹാം അല്ല, മലംഖോ. നമ്മൾ മലയാളീസ് പറയുന്നത് മൽഹാം എന്ന് വായിക്കുള്ളൂ. അത് സ്പെല്ലിംഗ് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ വായിക്കുള്ളൂ. ശരിക്കും വായിക്കുന്നത് മലംഖോ എന്നാണ്. ഞാൻ എന്തോ നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടില്ലേ? നമ്മൾ ഇവിടെ വന്നിട്ടുള്ള പ്ലേസ് ആണ്. നമ്മുടെ വീടിന്റെ അവിടെ ഒരു അരമണിക്കൂർ. അതെ, ഒത്തിരി ദൂരമൊന്നുമില്ല നമുക്ക്. UK വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. എല്ലാരും ഉണ്ട്. കുറച്ച് നടക്കാനുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ട്രക്കിംഗ് ഒക്കെ വരുന്നതാണ്. ഞങ്ങൾ ഇന്ന് വന്ന ദിവസം കുറച്ച് ക്ലൗഡിയാണ്, കുറച്ച് സണ്ണി വെതറൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അടിപൊളിയായിരുന്നു വെതർ. കുറച്ച് നടക്കാൻ താല്പര്യമുള്ളവർ വന്നിട്ടേ കാര്യമുള്ളൂ. കുറച്ചധികം നടക്കാനുണ്ട്. പിള്ളേരൊക്കെ കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരിക്കും അല്ലേ ലിയാമേ? ഓ, ലിയാമോൾ ഇനി ഞങ്ങളുടെ 2 ആഴ്ച കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലിയാമോൾ ഞങ്ങൾ നിന്ന് പോവുകയാണ്, ലണ്ടനിലേക്ക് പോവുകയാണ്. ലണ്ടനിൽ പോകണല്ലേ ആളെ? ബാക്ക് ടു ലണ്ടൻ. അതെ, ജോലി സംബന്ധമായ കാര്യങ്ങളാൽ ലിയാമോൾ പോവുകയാണ് ഗൈസ്. ചേച്ചി വേണം. ഞങ്ങളുടെ ഏലി അലമ്പാണ് ഗൈസ്, അലമ്പാണ്. ഏലാണ് സുഖമുണ്ടോ എലി ഇങ്ങനെ ഇരിക്കാൻ? എലി എലിനെ ചതച്ച് ഗൈസ്. എലി താഴത്തിരിക്കുന്നില്ല ഗൂയിസ്. എലിനെ തോളത്താണ് ഗൈസ് ഇരിക്കുന്നത്. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് വലിയ മഞ്ഞുകട്ടകൾ ഉരുകി അത് വെള്ളച്ചാട്ടമായി. ആ ഒരു ഷേപ്പിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു തിയേറ്ററിൻ്റെ ലുക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഹാഫ് തിയേറ്ററിൻ്റെ ലുക്കുണ്ട്. ഇത് നമ്മൾ അകലെ നിന്ന് കാണുന്ന ആ കല്ല് പാറക്കെട്ടുകളല്ല, അത് ലൈം സ്റ്റോമാണ്, അതായത് ചുണ്ണാമ്പ് കല്ലുകൾ. ഇതൊക്കെ നാച്ചുറലി അവിടെ സംഭവിച്ചതാണ്. ഈ മലയുടെ മുകളിൽ കയറണം, അതാണ് ഞാൻ അടുത്ത ടാർഗറ്റ്. ഏലിനൊക്കെ താഴെ വെച്ചിട്ട് മേളിൽ പോയിട്ടുണ്ട് അല്ലേ? നിങ്ങളെല്ലാം പോകും, ഞാൻ വരുന്നില്ല, ഞാൻ പോയിട്ടുള്ള. അതെ, റിയ പോയിട്ടുള്ളൂ. റിയ വരുന്നില്ല പറഞ്ഞേ. മറിയാമ്മ അടിപൊളി. ഹായ് മറിയാമ്മേ. ഇതിനാ സംഭവം? ചേട്ടൻ പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ചേട്ടൻ്റെ പുതിയ എന്താ പറയുക, വിനോദം ഇതാണ്. ഇത് വണ്ടി മേടിച്ചിട്ടുണ്ട്, RC കാർ മേടിച്ചിട്ടുണ്ട്. അതേ പരിപാടി. അപ്പോൾ അങ്ങനെ കൊള്ളാലോ, മലയെ കയറി പോകുന്നുണ്ടല്ലോ. ആ ഗൈസ്, നല്ല അത്യാവശ്യം വലിയ ഹൈറ്റുള്ളൊരു മലയാണ്. ഹൈക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. നമുക്കിനി ഇതിൻ്റെ മലയുടെ മേളിൽ കയറണം. എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ എല്ലാവരും നടന്ന് മടുത്തിരിക്കുകയാണ്. എല്ലാവരും ടയറാണ് ഗൈസ്. കൊള്ളാമല്ലോ വണ്ടി. റിയാമ്മ മേളിലോട്ട് വരുന്നില്ല. മല കയറാൻ പോകുന്നുണ്ടോ നിങ്ങള്? ഞാൻ മല കയറിയിട്ട് വരാം. മല കയറാൻ എന്തായാലും ഇവിടെ വന്നല്ലേ, മലയുടെ മേളിലൊന്ന് കേറിട്ട് വരാം. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോ അടിപൊളി വ്യൂ വ്യൂ വന്നു തോന്നുന്നു. അപ്പൊ അതൊന്ന് പോയി എടുത്തിട്ട് വരാം.
ഇവിടെ ഒരു റിവർ സൈഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു അരുവി, അരുവി, ചെറിയൊരു അരുവി, ചെറിയൊരു അരുവി. വാവ്. എൽസു ഇതെന്നതാടി? അതെന്നതാ? പപ്പടപ്പന്നിങ്ങി പായോ, പപ്പടപ്പന്നി പായോ, ഓടി ഓടി പായോ. അയ്യോ ഒന്ന് ചിരിച്ചു കണ്ട് 5 മിനിറ്റ് നടക്കുകയാണ്. പക്ഷെ നല്ല ഹൈക്കുണ്ട്. നന്നായിട്ട് മല കയറാൻ താല്പര്യമുള്ളവരും നടക്കാനും താല്പര്യമുള്ളവർ ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ അത്യാവശ്യം യു കെയിൽ ഇപ്പൊ എന്താ പറയാ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് കഴിക്കുമ്പോ വരുന്ന ഒരു അല്ലേ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അധികം തിരക്കുണ്ട്. വെതർ ഇച്ചിരി ക്ലൗഡ്സ് ആണെങ്കിലും നല്ല ആൾക്കാരുണ്ടെന്ന്. ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ആരെ നോക്കിക്കാൻ നീക്കി ചേച്ചി വേണമെന്ന് പറഞ്ഞോ? ഞങ്ങളുടെ ഫ്രീക്ക് ഒക്കെ ഉണ്ടോ? കലിപ്പാ കലിപ്പ്. ഈ കല്ല് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ? ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ അകലെ ഈ ഫോട്ടോയിൽ എത്ര ഭംഗി കിട്ടുമെന്ന് അറിയത്തില്ല. കാണാൻ നേരിട്ട് കാണാൻ നല്ല മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എല്ലാവരും തന്നെ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. മമ്മി വേണം, പിള്ളേരല്ല അലമ്പെന്നും. പ്രത്യേക ഭംഗിയുണ്ടല്ലേ അവിടെ. എന്റെ മുകളിലൊക്കെ ആൾക്കാർ പിടിച്ചു കയറുന്നുണ്ടോ ആ മലമണ്ടക്കൊക്കെ. ആ അടിപൊളിയല്ലേ. അങ്ങനെ ഫൈനലി ഇത് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ അടിപൊളിയാണ്. നമ്മള് ഫോട്ടോ കാണുന്നത് പോലെ ഒന്നുമല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലത്തിന്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകാനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് കാണാം ചില ആളുകൾ അഡ്വഞ്ചറസ് ഇഷ്ടമുള്ളവർ അല്ലാതെ മുകളിലോട്ട് എന്താ പറയുക കയറെ തൂങ്ങിയൊക്കെ കയറി പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ മൽഖാം ഖോ എന്ന് നമ്മൾ മലയാളീസ് പറയും. ഇത് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ആയിരുന്നു മലം ഖോ. അതെ, നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു വണ്ടി ഇട്ടടുത്തുനിന്ന് ഒരു 20-21 മിനിറ്റ് അല്ല 25 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാൻ വേറെ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മല മേലോട്ട് കയറാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. റിയാമേ, എന്താ അവസ്ഥ? ഏരി അമ്മമ്മ കഴിക്കണോ? കാറ്റുണ്ട്. ആ ജാക്കറ്റ് ഇടിച്ചു. ഞങ്ങളെന്നാ പഴയ മേളിൽ പോയിട്ട് വരാം. റിയാമ എവിടെ ഇരിക്കുമല്ലേ? മേളിട്ട് കയറാൻ വേണ്ടി നമുക്ക് അടിപൊളി സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് അത് കയറാൻ നല്ല അത്യാവശ്യം നല്ല കുത്തനെയുള്ള സ്റ്റെപ്സ് ആണ്. എന്താകുമെന്ന് അറിയത്തില്ല, കയറിപ്പെടുമെന്ന് അറിയത്തില്ല. കയറി നോക്കാം. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് ഗൈസ്. ഞാൻ അതിൻ്റെ പകുതി വഴിക്ക് എത്തിയുള്ളൂ. ഉപ്പളകി ഇപ്പം നടക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയാണ്.
പിന്നെ ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, വളരെ പ്രശസ്തമായ ഹാരി പോട്ടർ മൂവിയുടെ ചില സീനുകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. വ്യൂ ഉണ്ടോ? അപ്പോൾ അടിപൊളിയാണ്, മസ്റ്റ് വിസിറ്റാണ്, ഒന്നും പറയാനില്ല. കുറച്ച് നടക്കാനുണ്ട്, അതില്ലെന്ന് ഞാൻ പറയത്തില്ല. അത്യാവശ്യം നല്ലൊരു കുത്തനെ കയറ്റം സ്റ്റെപ്പൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ മടുത്ത് ടയർഡാകും. പക്ഷേ എല്ലാവരും വരിക, അടിച്ച് പൊളിക്കുക. അതുവരെ ബൈ ബൈ.